നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. മിമിക്രി സിനിമാ രംഗങ്ങളിൽ ഏറെ ജനപ്രീതി നേടിയ കലാകാരൻ കൊല്ലം സുധിയുടെ വിയോഗത്തിനു ശേഷമാണ് രേണു സുധി പൊതുവേദികളിലും സോഷ്യൽ മീഡിയകളിലും സജീവ ശ്രദ്ധയാകർഷിക്കുവാൻ തുടങ്ങിയത്. യൂട്യൂബ് വ്ലോഗുകളിലൂടെയും റീൽസ്, ഫോട്ടോഷൂട്ട് എന്നിവകളിലൂടെയും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഡിജിറ്റൽ മീഡിയയിൽ വലിയൊരു ഫോളോവേഴ്സിന്റെ ബേസിനെ സ്വന്തമാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഷോർട്ട് ഫിലിമുകളിലൂടെയും മ്യൂസിക് ആൽബങ്ങളിലൂടെയും അഭിനയിക്കാൻ തുടങ്ങിയതോടെയാണ് വിമർശനങ്ങൾ വന്നു തുടങ്ങിയത്. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ രേണു മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെയാണ് ക്യാൻസർ എന്ന മഹാരോഗം രേണുവിനെ പിടികൂടുന്നത്. ബിഗ് ബോസിലെ സഹമത്സരാർത്ഥികളടക്കം പലരും രേണുവിനെ നേരിട്ടെത്തി സന്ദർശിച്ചത് വിശദാംശങ്ങളും വീഡിയോകളും എല്ലാം തന്നെ എല്ലാവരും പങ്കുവച്ചിരുന്ന കാര്യങ്ങളാണ്. എന്നാൽ എന്തുകൊണ്ട് താൻ രേണുവിനെ നേരിട്ട് പോയി കാണാത്തത് എന്ന് വിശദീകരിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫസ്റ്റ് റണ്ണറപ്പായ അനീഷ്. ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിനായിരുന്നു അനീഷിന്റെ ഈ മറുപടി. രേണുവിനെ വിളിച്ചിരുന്നു. എനിക്ക് കോണ്ടാക്ട് ഉള്ളയാളാണ് രേണു സുധി. രേണുവിന് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായതിൽ ഒരുപാട് വിഷമമുണ്ട്. അതിനുശേഷം ഈ അടുത്ത് കൂടി വിളിച്ചിരുന്നു. ഞാൻ രോഗാവസ്ഥയിലുള്ള ഒരാളുടെ അടുത്തേക്ക് പോകുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ചിലപ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ വന്നേക്കാം. അതൊക്കെ കൊണ്ടാണ് രേണുവിനെ കാണാൻ പോകാതിരുന്നത്. വീഡിയോ കോളിലൂടെയും അല്ലാതെ ഫോൺ കോളിലൂടെയും ഒക്കെയായി സംസാരിക്കാറുണ്ട്. രോഗം പെട്ടെന്ന് തന്നെ മാറി പഴയ രേണുവായി തിരിച്ചു വരണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുമായിരുന്നു അനീഷ് പറഞ്ഞത്. രേണു സുധിയെ അധിക്ഷേപിച്ച കേസിൽ യൂട്യൂബർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. രേണു വ്ലോഗിലൂടെ കാണിച്ച ക്യാൻസർ ചികിത്സയുടെ മെഡിക്കൽ ബില്ല് വ്യാജമാണെന്ന് ആരോപിച്ചായിരുന്നു നിരവധി യൂട്യൂബർമാർ രംഗത്ത് വരികയും റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുകയും ചെയ്തിരുന്നത്. യൂട്യൂബറെ കേരള പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുന്ന വീഡിയോയും രേണു സുധി തന്നെ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറം ലോകത്തേക്ക് പങ്കുവച്ചിരുന്നു. രേണുവിന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ വിമർശിച്ചവർ പോലും പ്രാർത്ഥനകളുമായി എത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴും രേണുവിനെതിരെ സൈബർ അറ്റാക്കുകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. രേണു ക്യാൻസർ ആണെന്ന് കള്ളം പറയുകയാണ് എന്നും 2 ലക്ഷം രൂപയുടെ മരുന്നിന്റെ വിലകൾ പറഞ്ഞത് കള്ളമാണെന്നും ആരോപിച്ചായിരുന്നു ഈ വിമർശനങ്ങൾ മുഴുവൻ വന്നുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ കീമോയും കഴിഞ്ഞതിനു ശേഷം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർക്ക് മറുപടിയുമായി രേണു എത്തുകയും ചെയ്തിരുന്നു. എന്നെക്കുറിച്ച് മോശം പറയുകയും പണ്ട് ചെയ്ത വീഡിയോകൾ കുത്തിപ്പൊക്കുകയും ചെയ്യുന്നവർ ഇപ്പോഴും എന്റെ വേദന മനസ്സിലാക്കുക. ഞാൻ എന്നല്ല, എന്നെ പോലെ ഈ രോഗത്തിലൂടെ കടന്നു പോകുന്നവർ ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഈ അവസ്ഥ വന്നാൽ മാത്രമേ അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് രേണു സുധി പറയുന്നത്. ഋതപ്പനെ ചേച്ചിയുടെ 2 മക്കൾക്കുമൊപ്പം അവരുടെ കുട്ടിയായിട്ട് തന്നെയാണ് അവർ നോക്കുന്നത്. എനിക്ക് തിരിഞ്ഞു വരാനുള്ള ആഗ്രഹങ്ങൾ എല്ലാം തന്നെയുണ്ട്. മനസ്സിനെ അധികം വേദനിപ്പിക്കരുത് എന്നും ഫോൺ ഉപയോഗിക്കരുത് എന്നുമാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഞാൻ ഫോൺ ഉപയോഗിക്കില്ല. ഇത് എന്റെ വരുമാന മാർഗമാണ്. എനിക്ക് വേറെ വരുമാന മാർഗം ഒന്നും തന്നെയില്ല. അതുകൊണ്ടാണ് വീഡിയോകൾ ചെയ്യുന്നത് എന്നും രേണു സുധി വ്യക്തമാക്കിയിരുന്നു. സെക്കൻഡ് കീമോ കഴിഞ്ഞ ശേഷമുള്ള ഛർദിയും വയറിളക്കവും കാരണം 7 ദിവസം രേണു ICUവിൽ ആയിരുന്നു എന്ന് ചേച്ചി തന്നെ വ്യക്തമാക്കിയിരുന്നു. രേണുവിന് ക്യാൻസർ ഇല്ല എന്നും മെഡിക്കൽ ബില്ല് കള്ളമാണെന്നും പറയുന്നവർ എങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഒരു ക്യാൻസർ രോഗിയും അത്തരക്കാർക്കൊപ്പം നിന്ന് മറ്റൊരു രോഗിയെ തളർത്തുന്ന വിധം ഇത് പറയില്ല. പിന്നെ രേണുവിന് 6 കീമോ കഴിഞ്ഞാലും ചികിത്സകൾ നടക്കും. അതിന് കാശ് വേണം. അതുകൊണ്ടാണ് ഈ അവസ്ഥയിലും വീഡിയോകൾ ചെയ്യുന്നത് എന്നും ചേച്ചി പറയുകയുണ്ടായി. രേണുവിനെ പിന്തുണച്ചും സ്നേഹം അറിയിച്ചും നിരവധി കമന്റുകളും വീഡിയോകളും താഴെ എത്തുന്നുണ്ട്. കരുത്തോടെ മുന്നോട്ട് പോകൂ, തിരിച്ചു വരൂ, പ്രാർത്ഥനകൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് നിരവധി കമന്റുകളാണ് എത്തുന്നത്. മുടിയൊക്കെ പോയി ആകെ അവശ നിലയിലാണ് ഇപ്പോൾ രേണു സുധി. ചികിത്സയ്ക്ക് ഭാരിച്ച ചെലവ് വരും എന്നതുകൊണ്ട് തന്നെ അസുഖബാധിതയായി കിടക്കുമ്പോഴും രേണു വ്ലോഗുകൾ ചെയ്ത് യൂട്യൂബിൽ പങ്കിടുന്നുണ്ട്. രേണു ആയിരുന്നു കുടുംബത്തിലെ ഏക വരുമാന മാർഗം. രോഗാവസ്ഥയിലും രേണുവിനെ അലട്ടുന്നത് മകൻ ഒറ്റപ്പെട്ടു പോകുമോ എന്ന ചിന്തയാണ്. അതേസമയം അച്ഛൻ നേരത്തെ മരണപ്പെട്ടതുകൊണ്ടും താൻ ക്യാൻസർ രോഗിയായതുകൊണ്ടും താൻ ഉടനെ മരിക്കുമെന്ന് വിധിയെഴുതി കുഞ്ഞിന്റെ അവകാശം തട്ടിയെടുക്കാൻ ചിലർ നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നും, എന്നാൽ തന്റെ കുഞ്ഞിന്റെ അവകാശം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുഞ്ഞിന്റെ അവകാശം തന്റെ മാതാപിതാക്കൾക്കും ചേച്ചിക്കുമാണെന്നും രേണു അടുത്തിടെ നൽകിയ വീഡിയോയിലൂടെ പറയുകയുണ്ടായി. രേണു കീമോയ്ക്ക് വേണ്ടി 2 ലക്ഷത്തിന്റെ മരുന്ന് എടുക്കണമെന്നും അതിനുവേണ്ടിയാണ് യൂട്യൂബ് ചാനൽ താൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും രേണു തന്നെ പലപ്പോഴായി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണമെന്നും അടുത്ത കീമോ കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് തനിക്ക് അറിയില്ലെന്നും, പക്ഷേ താൻ ഇവിടെ തിരിച്ചു വരുമെന്ന് തനിക്ക് വിശ്വാസമുണ്ടെന്നും രേണു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നുണ്ട്.
അതേസമയം ബിഷപ്പ് സുതുനിലയത്തിൽ വന്നിരുന്നു. രേണുവിനായി പ്രാർത്ഥിക്കുന്നതിന്റെയും രേണു നേരിടുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം തന്നെ വിശദീകരിക്കുന്ന ഒരു വീഡിയോയും അതിന് പിന്നാലെ രേണുവിന്റെ യൂട്യൂബ് ചാനലിൽ വരികയുണ്ടായി. ക്യാൻസർ രോഗത്തോട് പൊരുതുന്ന രേണു സുധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ബിഷപ്പ് നോബൽ ഫിലിപ്പ് പറയുന്നുണ്ട്. ഈ അവസ്ഥയിലും രേണുവിനെ വിടാതെ വിമർശനം തുടരുന്നത് തെറ്റാണെന്നും ബിഷപ്പ് രേണുവിന്റെ യൂട്യൂബ് ചാനൽ നൽകിയ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ വേദനിക്കുമ്പോഴും ദുഃഖിക്കുമ്പോഴും നമ്മൾ അവരോടൊപ്പം നിൽക്കുക എന്നതാണ് ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യം. അവരുടെ പ്രയാസ സമയത്ത് അവരെ ഒരു വിഭാഗം ആൾക്കാർ തീർച്ചയായും പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തുന്നുണ്ട്. എന്നാൽ മറുവിഭാഗം ഇപ്പോഴും ഭയങ്കരമായ സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ട്. ഒരു സമയത്ത് ഞാനും രേണു സുധിയും തമ്മിൽ പലവിധ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വ്യക്തിപരമായി ഞാനും രേണു സുധിയും തമ്മിൽ വഴക്കുകൾ ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയ വഴി പരസ്പരം മറുപടികൾ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രേണു ക്യാൻസർ രോഗിയായി വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2 ട്രീറ്റ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ വിശ്രമത്തിലാണ് രേണു ഇപ്പോൾ ഉള്ളത്. നിഷ്കളങ്കമായ സ്നേഹം രേണുവിന്റെ കുഞ്ഞിന് നമ്മളോടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സാമ്പത്തികമായുള്ള സഹായത്തെക്കുറിച്ചല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ ഒരു വാക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആശ്വസിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ ആശ്വസിപ്പിക്കുക. രേണുവിനെ വെറുക്കുന്നവരോട് എനിക്ക് ഒന്നും തന്നെ പറയാനില്ലെന്നും ബിഷപ്പ് നോബൽ ഫിലിപ്പ് പറയുന്നുണ്ട്. ചികിത്സയുടെ ഭാഗമായി രേണു സുധിയുടെ മുടി മുറിച്ചിരുന്നു. തന്റെ ഇപ്പോഴത്തെ രൂപത്തിൽ കാണുന്നത് മകൻ ഋതപ്പന് വലിയ വിഷമമായിരുന്നുവെന്ന് രേണു തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മുടിയുള്ള എന്റെ പഴയ ഫോട്ടോ എന്നെ കൊണ്ടൊന്ന് കാണിക്കുമായിരുന്നു. അമ്മേ ഇതുപോലെ ആവണേ എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ കേൾക്കുന്നത് എന്നും രേണു സുധി പണ്ടൊരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനെ തുടർന്ന് വീഡിയോകൾ കണ്ട കോട്ടയത്തെ ഒരു സ്ഥാപനം വിഗ് വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അവരെ സമീപിക്കുകയായിരുന്നു. വിഗ് ഫിറ്റ് ചെയ്യുന്നതിന്റെ വീഡിയോയും രേണു സുധി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുകയുണ്ടായി. 2ാമത്തെ കീമോതെറാപ്പിക്ക് ശേഷം നടന്നിരുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ പങ്കുവച്ച് രേണു സുധി നേരത്തെ തന്നെ വീഡിയോകൾ പങ്കുവച്ചിരുന്നതാണ്. ഭീകരമായ വേദന അനുഭവിക്കുന്ന നിമിഷങ്ങളാണെന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ലെന്നും രേണു പറയുകയുണ്ടായി. നേരെ ഇരിക്കാൻ വയ്യ, ഇരുന്നു കഴിഞ്ഞാൽ ഛർദ്ദിക്കും, തലകറക്കമുണ്ട്, പിടലിലെല്ലാം പൊട്ടിയിരിക്കുകയാണ്, തൊണ്ട പൊട്ടി, ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളാണ്. കീമോ എന്ന് കേട്ടിട്ടല്ലാതെ നമ്മൾ ഇതുവരെയും അത് അനുഭവിച്ചിട്ടില്ലല്ലോ. സത്യം പറഞ്ഞാൽ ക്യാൻസറിനെ എനിക്ക് പേടിയില്ല. പക്ഷേ ഈ അവസ്ഥ, ഈ വേദന, എൻ്റെ കുഞ്ഞ്, എൻ്റെ വീട്ടുകാരെ, എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടൻ, സഹോദരങ്ങൾ, എനിക്ക് ചുറ്റുമുള്ള നല്ല കുറച്ച് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് കരിഷ്മ, എൻ്റെ ചേച്ചി, ഇങ്ങനെ കുറച്ച് പേരുണ്ട്. ഇവരുടെ വേദനയാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. എൻ്റെ കണ്ടീഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. എന്ത് സ്റ്റേജ് ആണെന്ന് ചെറുതായിട്ട് അറിയാം എന്നുമായിരുന്നു രേണു സുധി പങ്കുവച്ചത്.